മുരുകാശരണം. ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നഃ ഷണ്മുഖഃ പ്രചോദയാത്. ദേവസേനാപതിയായ ശ്രീ മുരുകൻ, ശ്രീ ഷൺമുഖൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പണം. മുരുകാശരണം. സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അരുണഗിരിനാഥർ എന്ന 14-ാം നൂറ്റാണ്ടിലുള്ള ഭക്തകവിയായ അരുണഗിരിനാഥർ, അദ്ദേഹത്തിന് സന്ത് അതായത് സിദ്ധനായിട്ടും സിദ്ധയോഗിയായ അരുണഗിരിനാഥരായിട്ടും പറയപ്പെടുന്നു. അങ്ങനെയുള്ള അരുണഗിരിനാഥരാൽ രചിക്കപ്പെട്ട് മുരുകൻ്റെ പുകഴാണ് തിരുപ്പുകഴ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തിരുപ്പുകഴിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് അരുണഗിരിനാഥരെ പറ്റിയും ഇത് നടന്ന ആ പരിപാവനമായ തിരുവണ്ണാമലൈ എന്ന മഹാക്ഷേത്രത്തിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. തിരുവണ്ണാമലൈ, അണ്ണാമലൈ എന്ന ശിവൻ്റെ അഗ്നിലിംഗം സ്ഥാപിതമായ സ്ഥലമാണ് തിരുവണ്ണാമലൈ. പഞ്ചഭൂതലിംഗങ്ങൾ, ഭഗവാൻ പരമേശ്വരൻ്റെ പഞ്ചഭൂതലിംഗങ്ങളായ ട്രിച്ചിയിലുള്ള ജംബുകേശ്വര ലിംഗം ജലലിംഗം, ചിദംബരത്തെ ആകാശലിംഗം, കാളഹസ്തിയിലുള്ള വായുലിംഗം, കാഞ്ചീപുരത്തുള്ള ഏകംബരേശ്വരൻ്റെ അമ്പലത്തിലുള്ള പൃഥ്വിലിംഗം, 5-ാമത്തെ തിരുവണ്ണാമലയിലുള്ള അഗ്നിലിംഗം. തിരുവണ്ണാമലൈ എന്ന് തമിഴിലൊരു പ്രോവർബിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മരണം കാശിയിൽ എന്ന പോലെ തിരുവണ്ണാമലയെ പറ്റി ചിന്തിക്കുന്നത് തന്നെ മോക്ഷപ്രാപ്തിക്കുള്ള ഒരു മാർഗമായി പറയപ്പെടുന്നു. അത്രയ്ക്കും പരിപാവനമായ ഒരു സ്ഥലമാണ് തിരുവണ്ണാമലൈ. നമുക്കെല്ലാം അറിയുന്ന ഒരു കഥയുണ്ട്. ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും, അതിൽ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും ശിവപെരുമാൻ്റെ എന്താ പറയുക മഹിമ അറിയാൻ വേണ്ടി ആദിയും അന്തവും, അതായത് ബിഗിനിങ് ആൻഡ് എൻഡ് തേടി യാത്രയാവുകയാണ്. അതായത് രണ്ടുപേരും തമ്മിലുള്ളൊരു മത്സരമാണ്, ആരാണ് ആദ്യം കണ്ടെത്തി വരുന്നത് എന്ന്. ബ്രഹ്മാവാണോ വിഷ്ണു ഭഗവാനാണോ ശിവൻ്റെ ആദിയും അന്തവും കണ്ടെത്തി വരുന്നത് എന്ന് അറിയാനായി രണ്ടുപേരും 2 ഭാഗങ്ങളിലായിട്ട് പോവുകയാണ്. ഭഗവാന്റെ വൈശിഷ്ട്യം, ഭഗവാന്റെ മഹിമയറിയാനായി. പക്ഷെ രണ്ടുപേരും പരാജിതരാവുകയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും, അതായത് ഭഗവാന്റെ ആദിയും അന്തവും തേടിപ്പോയ സാക്ഷാൽ ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും തൻ്റെ വിശ്വരൂപം അഗ്നിരൂപമായി ഭഗവാൻ ദർശനം കൊടുത്ത സ്ഥലം എത്രേ തിരുവണ്ണാമലൈ. അവിടെയുള്ള അരുണഗിരി എന്ന പർവ്വതം, അത് ഇന്നും സാക്ഷാൽ ഭഗവാന്റെ അഗ്നിയാണ്. ഭഗവാൻ അഗ്നിരൂപേണ ഒരു പർവ്വതം ആയി മാറിയതത്രേ അരുണഗിരി എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അനേകായിരം സിദ്ധന്മാർ, നമ്മുടെ രമണ മഹർഷിയെ പോലുള്ള പരമസിദ്ധന്മാരായ പലവരും അന്ന് കാലത്തും ഇന്നും അവിടെ തപസ്സനുഷ്ഠിക്കുന്നതായും അത്രയ്ക്കും പുകഴ്പെറ്റ അത്രയും പുരാണപ്രസിദ്ധമായതുമായ ഒരു സ്ഥലമത്രേ തിരുവണ്ണാമലൈ. അപ്പോൾ നമ്മൾ തിരുപ്പുകഴിലേക്ക് കടക്കുന്നതിന് മുമ്പായി തിരുവണ്ണാമലയുടെ ഒരു ഓവർവ്യൂ, ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. തിരുവണ്ണാമലയിൽ 9 ഗോപുരങ്ങളാണുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിനും അതിനു മുമ്പ് ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാക്കന്മാരും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന അവരുടേതായ ആർക്കിടെക്ചറൽ വൈഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു അമ്പലം തന്നെയാണ്, ഒരു ക്ഷേത്ര സമുച്ചയം എന്ന് പറയാം നമുക്ക് തിരുവണ്ണാമലൈ അമ്പലത്തിന്. അവിടുത്തെ മെയിൻ ഡയറ്റി അരുണാചലേശ്വരരാണ്. അഗ്നിലിംഗം, ആ തായാർ അമ്മ ഉണ്ണാമുലൈ അമ്മനാണ്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ പഞ്ചലിംഗങ്ങൾക്കും അവിടെ സ്ഥാനങ്ങളുണ്ട്. അവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളായിട്ടുണ്ട്. പിന്നെ ഈ 10-25 ഏക്കറിൽ സ്ഥാപിതമായ തിരുവണ്ണാമലൈക്ക് 9 ഗോപുരങ്ങളാണുള്ളത്. നമ്മൾ കയറി ചെല്ലുന്ന മെയിൻ പ്രധാന ഗോപുരം രാജഗോപുരം അത്രേ. രാജഗോപുരം എൻട്രി ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുന്നത്, അതായത് അരുണഗിരിനാഥർ. അപ്പോൾ തിരുവണ്ണാമലയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു, അരുണഗിരീനെ പറ്റി പറഞ്ഞു. ഭഗവാൻ ശിവനെ
അഗ്നി രൂപമായുള്ള ശിവനെ പർവ്വതമായി മാറിയതത്രേ അരുണഗിരി. അപ്പോൾ ഈ അരുണഗിരി എടുത്ത് നോക്കിയാൽ നമുക്ക് 5 ഭഗവാന്റെ പഞ്ചമുഖങ്ങളുണ്ട്. സാക്ഷാൽ പരമശിവന് പഞ്ചമുഖങ്ങളാണ്. ഒന്ന് വന്നിട്ട് സദ്യോജാതൻ. നമുക്കറിയാം ഭഗവാന്റെ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച്. അതായത് സർവം എന്താ പറയുക, ഡിസ്ട്രോയർ ആണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ അൻപേ ശിവവും അത്രേ. അങ്ങനെ ശിവന് പല വൈശിഷ്ട്യങ്ങൾ നമ്മൾ പറയും. അതിൽ റിവീലർ, അങ്ങനെയുള്ള റിവീലിംഗ് ആസ്പെക്റ്റ് ഓഫ് ലോർഡ് ശിവ, അതാണ് സദ്യോജാതൻ എന്ന് പറയും. സദ്യോജാത. വാമദേവ. വാമദേവ എന്ന് വെച്ചാൽ കൺസീലർ, ഒളിപ്പിക്കുന്നവൻ, കൺസീലർ. ഡിസ്ട്രോയർ ആയിട്ടുള്ളത്, അത് അഗ്നി രൂപമായിട്ടുള്ളത് അഘോരൻ, അഘോരമൂർത്തി. പിന്നെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ നായകനായിട്ടുള്ള കോസ്മിക് ബീയിങ് എന്ന രൂപത്തിൽ തത്പുരുഷ. പിന്നെയുള്ളത് സ്പേസ്, ഈശാനൻ, ഈശാനൻ. അങ്ങനെ സദ്യോജാതൻ, വാമദേവൻ, അഘോരൻ, തത്പുരുഷൻ, ഈശാനൻ. ഇന്ന് ഇത്രയും 5 രൂപങ്ങൾ, 5 മുഖങ്ങളാണ് ശിവനുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ അരുണഗിരി എന്ന ഈ പർവ്വതത്തിനും 5 പർവ്വത നിരകളായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശിവചൈതന്യമാണ് തിരുവണ്ണാമല. അപ്പം അങ്ങനെയുള്ള വളരെ പ്രസിദ്ധമായ തിരുവണ്ണാമലയിലാണ് ഒരു ദേവദാസി കുടുംബത്തിൽ, ഒരു ദേവദാസി ആണ്. എന്നാൽ മുൻകാലങ്ങളിൽ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അടിയറ വെച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർ അമ്പലങ്ങളിലാണ് നൃത്തങ്ങൾ വെക്കുന്നത്. അങ്ങനെ മുത്തമ്മയി എന്ന് പറഞ്ഞൊരു ദേവദാസിക്കുണ്ടായ മകനാണ് അരുണഗിരിനാഥർ. അപ്പോൾ അത്രയും ഭക്തയായ ഒരു അമ്മയ്ക്ക്, അരുണഗിരിനാഥരുടെ അച്ഛനെ പറ്റിയുള്ള വർണ്ണനകൾ അധികം ഇല്ല നമുക്ക്. അമ്മ പൊന്നുപോലെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഭക്തി മാർഗത്തിലൂടെ വളർത്തിയതാണ് അരുണഗിരിനാഥർ. അദ്ദേഹത്തിനൊരു സിസ്റ്ററുണ്ട്, ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം വളർന്ന് ഒരു യൗവനത്തിലെത്തുമ്പം ഇദ്ദേഹത്തിന് എന്താ പറയുക, നമ്മുടെ സംസാരം ഇൻ ദ സെൻസ് വേൾഡ്ലി ലൈഫ്, മെറ്റീരിയലിസ്റ്റിക് ലൈഫിനോട് ആസക്തി വളരെയധികം വർദ്ധിക്കുകയാണ്. അതായത് സ്ത്രീ സംസർഗം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്സായി മാറുകയാണ്. അദ്ദേഹം അധിക സമയവും അദ്ദേഹത്തിൻ്റെ പൈസയും സമയവും ദേവദാസി ഗൃഹങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തൻ്റെ സിസ്റ്റർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിരുന്ന പൈസ മുഴുവനും അരുണഗിരിനാഥർ ഈ ദൂർത്തായി പെണ്ണുങ്ങളിൽ, അതായത് ദേവദാസിമാരിലൂടെ സ്പെൻഡ് ചെയ്ത് അതാണ് സുഖജീവിതം എന്ന ഒരു വ്യവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ പരിണത ഫലമായിട്ട് ഇദ്ദേഹത്തിന് കുഷ്ഠം ബാധിച്ചു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുഷ്ഠം ബാധിച്ച് പണവുമൊക്കെ തീർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തിയപ്പം ഈ ഫ്രസ്ട്രേഷൻ, ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമങ്ങൾ മുഴുവൻ ഇദ്ദേഹം തൻ്റെ പെങ്ങളുടെ അടുത്ത് വന്ന് തീർക്കുകയാണ്. അപ്പോൾ അവരും നിസ്സഹായാവസ്ഥയിൽ, അവരുടെ കയ്യിൽ ഇനി തൻ്റെ സഹോദരന് നൽകാൻ പൈസയില്ല. ഇവൻ്റെ കുത്തഴിഞ്ഞ ജീവിതം കണ്ടിട്ട് മനം മടുത്തിരിക്കുന്ന ഒരു സഹോദരിയാണ്. ഒടുവിൽ ഒരു സഹോദരിയും പറയാത്ത വാക്കുകൾ ആ ചേച്ചി അരുണഗിരിനാഥരോട് പറയാണ്, ഇനി എൻ്റെ കയ്യിൽ തരാൻ എന്നെ മാത്രമേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഈ ശരീരം സ്വീകരിച്ചോളൂ. അത് കേട്ട് തകർന്നടിയാണ് അരുണഗിരിനാഥർ. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് തൻ്റെ സഹോദരിയിൽ നിന്ന് അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ താൻ ചെയ്ത കൊടും പാപങ്ങളുടെ ഒരു മേളനം അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുകയാണ്. അങ്ങനെ എനിക്കിനി ഈ ജീവിതം വേണ്ട, എന്നെ എല്ലാവരും എല്ലാവരാലും വെറുക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ എല്ലാമായ എൻ്റെ ചേച്ചിയെ കൂടി ഞാൻ ഇത്രയും എൻ്റെ സഹോദരിയെ ഇത്രയും ഞാൻ വേദനിപ്പിക്കേണ്ടി വന്നു എന്ന പാപഭാരം താങ്ങാനാവാതെ ഇദ്ദേഹം നടക്കുകയാണ്. ഇങ്ങനെ വീട് വിട്ട് ഞാൻ എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്ന ഒരേ ഒരു ഇൻറ്റൻഷനുമായിട്ട് നടക്കുക. അപ്പോൾ മുൻ പറഞ്ഞ പോലെ സിദ്ധഭൂമിയാണ് തിരുവണ്ണാമല. ഇദ്ദേഹം നടന്നു പോകുന്നതിൻ്റെ വഴിയിൽ ഒരു സന്യാസി വര്യൻ അവരിങ്ങനെ എന്താ പറയുക, സന്യാസികൾ അവരുടെ പുലമ്പലുകൾ കൂടെ ഫിലോസഫീസാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പുലമ്പലിൽ ഇദ്ദേഹം ശ്രവിക്കുകയാണ്, മരിക്കുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമെങ്കിലും നീ മുരുകൻ്റെ നാമം ചൊല്ലി മരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മുരുകൻ്റെ നാമം ചെവിയിൽ വന്നപ്പം തൊട്ട് മനസ്സിന് ഒരു മാനസാന്തരം വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ
കൊണ്ട് മുരുക മുരുക എന്നുള്ള ഒരു മനസ്സിൽ മുരുകനെ ഉൾത്തട്ടി ആത്മാർത്ഥമായിട്ട് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം വിചാരിക്കുകയാണ്, എന്നാൽ ഇത്രയും പാപങ്ങളിൽ ഞാൻ മുങ്ങിക്കഴിഞ്ഞു, എനിക്കിനി രക്ഷ വേണമെങ്കിൽ ഞാൻ സാക്ഷാൽ അമ്പലത്തിൽ പോയി ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് ഗോപുരം തിരുവണ്ണാമലൈ ക്ഷേത്രം ലക്ഷ്യമാക്കി പോവുകയാണ്. പോയി രാജഗോപുരം കടന്ന് അകത്തെത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ രാജഗോപുരം, ഇപ്പം നമ്മൾ പോയാലും രാജഗോപുരം കഴിഞ്ഞു വരുന്ന ഒരു ഫസ്റ്റ് ഗോപുരമുണ്ട്, വള്ളല ഗോപുരം എന്നാണ് അതിൻ്റെ പേര്. ഹൊയ്സാല രാജാവായ വള്ളല പണി കഴിപ്പിച്ച ഗോപുരമാണത്. അപ്പോൾ ഇദ്ദേഹം അവിടെ മേലെ കയറി ആത്മഹത്യ ചെയ്യാനായിട്ട്, ഗോപുരം ഓരോന്നും അത്രയ്ക്കും വലിപ്പമുള്ള ഗോപുരങ്ങളാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ചാടുകയാണ് ചെയ്യുന്നത് അരുണഗിരിനാഥർ. ചാടിയതും മുരുകാന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം ചാടുന്നത്. ചാടിയതും മുരുകർ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ഇദ്ദേഹത്തിന് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുക, അങ്ങ് ആരാണ്, എന്തിനാ എന്നെ രക്ഷിച്ച്, ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്തത്രയും വലിയ തെറ്റുകളാണ്, എനിക്ക് മരണമേ ശരണമുള്ളൂ, അങ്ങ് എന്നെ മരിക്കാൻ അനുവദിക്കൂ എന്ന് പറയുമ്പം ഇദ്ദേഹം പറയാണ്, ഈ സന്യാസി പറയാണ്, നിനക്ക് മരിക്കേണ്ട സമയമായിട്ടില്ല, നിൻ്റെ ജീവിത ലക്ഷ്യം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, എന്നിട്ട് അമൈതിയായി ഇരി, അതായത് യു സിറ്റ് ഇൻ വൺ പ്ലേസ് സൈലൻ്റ് ആയിട്ട് എന്ന് പറയാണ്. ശബ്ദിക്കാതെ ഒരു ഭാഗത്ത് ഇരിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് മറിയാണ്. ആ ഒരു നിമിഷത്തിലാണ് അരുണഗിരിനാഥർക്ക് ഒരു റിയലൈസേഷൻ വന്നത് സാധാരണ ഒരു മഹർഷിയല്ല, സാക്ഷാൽ മുരുകനാണ് എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകളുടെ പൊരുൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാപിതമാവുകയാണ്. അതായത് അമൈതി, മെഡിറ്റേറ്റ് ചെയ്യാൻ, തപസ് ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഇന്നും നമ്മൾ തിരുവണ്ണാമലയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇത് കാണാൻ കഴിയും നമുക്ക്. ഗോപുരത്തിളയോൻ എന്നാണ് അവിടെയുള്ള മുരുകക്ഷേത്രത്തിൻ്റെ പേര്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ കോംപ്ലെക്സ്, അതിൻ്റെ ഉള്ളിൽ നിറയെ ക്ഷേത്ര സമുച്ചയമാണത്. അപ്പോൾ ഈ വള്ളല ഗോപുരത്തിൻ്റെ താഴെയുള്ള മുരുകൻ്റെ അമ്പലത്തിലാണ്, അതിനെയാണ് ഗോപുരത്ത് ഇളയോൻ എന്ന് പേര്. അവിടെയാണ് നമ്മുടെ അരുണഗിരിനാഥർക്ക് ഭഗവാൻ രക്ഷിച്ച അരുണഗിരിനാഥർ അവിടെ തപസ്സിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അത്രയ്ക്കും മോശമായ ഒരു സ്വഭാവത്തിന് ഉടമയായ അരുണഗിരി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു മാനസാന്തരം വന്നൊരു ദൈവിക പാതയിൽ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ദൈവിക പാതയിലായ വിവരം കാട്ടുതീ പോലെ ആ നാട്ടിലാകെ പാട്ടായി. അങ്ങനെ പലരും അരുണഗിരിനാഥരെ തേടി വരികയാണ് അവിടെ ഒരു ദർശനത്തിനായിട്ട്. ഇങ്ങനെ ഇദ്ദേഹം 12 മാസക്കാലം അവിടെ തപസ്സനുഷ്ഠിക്കുക. അങ്ങനെ കുറേ, അത് ചിലതിൽ 12 മാസം എന്ന് പറയുന്നുണ്ട്, ചിലതിൽ 12 വർഷം എന്നും പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അദ്ദേഹം ഘോരമായി തപസ്സനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംപ്രീതനായി സാക്ഷാൽ മുരുകൻ ദർശനം നൽകുക, അതായത് ഭഗവാന്റെ സ്വരൂപത്തിൽ ദർശനം നൽകുക. മയിൽമേൽ അത്രയും, അതായത് മുരുകനെ പറ്റി പറയുകയാണെങ്കിൽ അഴകൻ എന്നാണ് പറയുക. ദേവന്മാരിൽ തന്നെ ഏറ്റവും സുന്ദരനാണ് മുരുകൻ. അപ്പോൾ ശിവബീജമാണ്, അപ്പോൾ ശിവൻ തന്നെ ആയിട്ടാണ് മുരുകനെ പറയപ്പെടുന്നത്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി അരുണഗിരിനാഥർക്ക് കണ്ണു തുറക്കാൻ പറയുമ്പം ഇദ്ദേഹം അത്രയും ജ്വലിച്ച് നിൽക്കുന്ന മുരുകൻ്റെ രൂപമാണ് തൻ്റെ മുമ്പിൽ കാണുന്നത്, ദർശനമാവുന്നത്. ഇദ്ദേഹം കൈകൂപ്പി ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ ജലം ധാരധാരയായി ഒഴുകുക. അപ്പം മുരുകൻ പറയാണ്, അരുണഗിരി, നിൻ്റെ തപസ്സിൽ ഞാൻ സംപ്രീതനാണ്, നീ എൻ്റെ പുകഴ് പാട് എന്ന് പറയും. അപ്പം അരുണഗിരിനാഥർ പറയും, ഭഗവാനെ, ഒരു 2 വരി മൂളിപ്പാട്ട് പോലും പാടി ബന്ധമില്ല എനിക്ക്, അതുപോലെ ഞാനൊരു കവിയല്ല, ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യനായ എന്നെ അങ്ങാണ് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത് പറയുമ്പം മുരുകൻ പറയുക, നിൻ്റെ നാവ് നീട്ട് എന്ന് പറഞ്ഞ് മുരുകൻ്റെ വേലുകൊണ്ട് ഓംകാരം എഴുതുകയാണ് അരുണഗിരിനാഥരുടെ നാക്കിൽ. എന്നിട്ട് പാടാൻ പറയാണ്. അതായത് മുത്തമിഴ്, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ദേവൻ്റെ പേരിൽ ഒരു ഭാഷ വരിക എന്ന് പറഞ്ഞാൽ അത് മുരുകനാണ്. മുരുകനും തമിഴുമാണ്. മുരുകനാണ് മുത്തമിഴിൻ്റെ ഉടമ, അതെങ്കിൽ ഫാദർ ഓഫ് തമിഴ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മുത്തമിഴ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലതിലും ഏറ്റവും പ്രാചീനമായ ലാംഗ്വേജ് ആയിട്ട് പറയപ്പെടുന്നു. അത് ഇപ്പോൾ നമ്മൾക്ക് അറിവിലുള്ള BC ഇതിൽ നമ്മുടെ കാലയളവ് ഇപ്പോൾ 7000 വർഷം അങ്ങനെയൊന്നുമല്ല, ഇത് 10,000-20,000 വർഷങ്ങൾക്ക് പഴക്കമുള്ളതത്രേ സംഘം ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നില്ലേ, അതിനെക്കുറിച്ച് പലതും ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുമാരികാന്ഡം അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ
ഈ മുത്തമിഴ് എത്ര കാലം പഴക്കമുണ്ടെന്ന് നമുക്ക് നമുക്ക് ഊഹിക്കാൻ തന്നെ സാധിക്കില്ല. അപ്പോൾ അതായത് അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന തമിഴല്ല. മുത്തമിഴ് എന്ന് പറഞ്ഞാൽ അത് സ്വീറ്റസ്റ്റ് ഫോം ഓഫ് തമിഴായിട്ടാണ് പറയുക, സാക്ഷാൽ മുരുകൻ്റെ വാക്കുകളായിട്ട്. അപ്പോൾ ഈ മുത്തമിഴ്, അതുകൊണ്ട് മുത്ത് വെച്ച് നീ തുടങ്ങ് ഒരു കവിത എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അരുണഗിരിനാഥരോട് പറയാണ്. അങ്ങനെ അദ്ദേഹം ഒന്നും അറിയാത്ത അരുണഗിരി പാടിത്തുടങ്ങിയതാണ് മുത്തൈത്തരുപത്തിത്തിരുനകൈ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ തിരുപ്പുകൾ ഭഗവാന്റെ, അതായത് തിരുപ്പുകൾ, ഭഗവാന്റെ പുകഴ് ആദ്യമായിട്ട് അദ്ദേഹം പാടുക. ആ പാടിയ ആനന്ദാനുഭൂതിയിൽ അദ്ദേഹം വീണ്ടും മെഡിറ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ അങ്ങനെ ഡീപ്പായിട്ട് മെഡിറ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ വീണ്ടും കുറേ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് വീണ്ടും ഭഗവാൻ പ്രത്യക്ഷനായിട്ട് അരുണഗിരി എന്ന് വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ ധ്യാനിച്ച് കഴിഞ്ഞ ഇത് മാത്രമല്ല, നിനക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ പുകഴ് നാടാകെ എത്തിക്കലാണ് നിൻ്റെ ലക്ഷ്യം. നീ തുടങ്ങണം. അതായത് അപ്പോൾ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ സമയാസമയങ്ങളിൽ നൽകിക്കോളാം എന്ന് പറഞ്ഞിട്ട് അരുണഗിരിനാഥരെ അയക്കുകയാണ് ഭഗവാൻ. അപ്പം അങ്ങനെ ആദ്യം ഗണപതിക്ക് വെച്ചിട്ട് വേണ്ടേ നമുക്കെല്ലാം തുടങ്ങാൻ. അങ്ങനെ വയലൂർ എന്ന സ്ഥലത്തുള്ള പൊയ്യ ഗണപതിയുടെ അടുത്ത് പോയി അവിടെ നിന്ന് തുടങ്ങാൻ പറയാം ഭഗവാൻ. അപ്പം അങ്ങനെ അരുണഗിരിനാഥരുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊയ്യ ഗണപതിയുടെ മുമ്പിൽ നിന്ന് ഫസ്റ്റ് തിരുപ്പുകൾ നമ്മൾ പഠിക്കുന്നതിനുള്ള ആദ്യത്തെ തിരുപ്പുകൾ കൈത്തല നിറൈകനി അപ്പമോടവിൽ പൊരി എന്നുള്ള ആദ്യത്തെ തിരുപ്പുകൾ പൊയ്യ ഗണപതി സമക്ഷം വയലൂരിൽ വെച്ചാണ് അദ്ദേഹം രചിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഉള്ള സർവമാന നമുക്ക് കേട്ടറിവുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മുരുകക്ഷേത്രങ്ങളിലും അദ്ദേഹം ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഓരോ സ്ഥലത്ത് വെച്ചും എന്തെഴുതണം എന്നും ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിന് അറിയിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രത്തെ, അതായത് പറയപ്പെടുന്നത് ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് അഷ്ടസിദ്ധികളെ ഭഗവാൻ നൽകി. അഷ്ടസിദ്ധികൾ, അതായത് എത്രയോ തപസ്സനുഷ്ഠിച്ച് നേടുന്നതാണ് സിദ്ധികൾ. അപ്പം അങ്ങനെയുള്ള സിദ്ധികളിൽ അഷ്ടസിദ്ധികളെയാണ് മുരുകൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതായത് അഷ്ടസിദ്ധികൾ എന്ന് പറയുമ്പം അണിമ, ലഖിമ, മഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാകാമ്യം, പ്രാപ്തം, ഇങ്ങനെ 8 സിദ്ധികളെയാണ് ഭഗവാൻ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ആ സിദ്ധികൾ ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പരകായ പ്രവേശം നടത്താം, അദ്ദേഹത്തിന് വലുതാവാം, ചെറുതാവാം, അങ്ങനെയുള്ള പല വിശിഷ്ടമായ സിദ്ധികളെയാണ് ഭഗവാൻ അദ്ദേഹത്തിന് നൽകിയത്. അതുപോലെ വേറൊരു ഇൻസ്റ്റൻസിൽ ഇദ്ദേഹത്തിന് പ്രണവമന്ത്രമായ ഓംകാരമന്ത്രം ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 പേർക്കാണ് സാക്ഷാൽ മുരുകൻ്റെ തിരുവായ്മൊഴിയിൽ നിന്ന്, അല്ലെങ്കിൽ മുരുകനാൽ ഗുരുവാണ്, ഗുരുഗുഹനാണ്, അതായത് അച്ഛനുകൂടെ സാക്ഷാൽ പരമശിവനു കൂടെ ഓംകാരം ഉപദേശിച്ചു കൊടുത്തതാണ് മുരുക ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള മുരുകൻ 3 പേർക്ക് ഉപദേശിച്ചത്, ഒന്ന് സാക്ഷാൽ പരമശിവൻ പിതാവായ പരമേശ്വരൻ, വേറൊന്ന് അഗസ്ത്യമുനി, അടുത്തത് അരുണഗിരിനാഥർ. അപ്പം അത്രയ്ക്കും എലിവേറ്റഡ് ആയിട്ടുള്ള, അത്രയ്ക്കും വിശിഷ്ടമായ ഒരു സ്ഥാനമാണ് നമ്മുടെ അരുണഗിരിനാഥർക്കുള്ളത്. സാക്ഷാൽ മുരുക ഭഗവാൻ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്തിരുന്നത്. മുരുകാശരണം. അങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ, അത് തമിഴ്നാട് കഴിഞ്ഞ് തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എല്ലാം കഴിഞ്ഞ് കർണാടക താണ്ടി അങ്ങനെ അദ്ദേഹം ഹരിദ്വാർ വരെ എത്തി എന്നൊക്കെ പറയപ്പെടുന്നു. അദ്ദേഹം ഹിമാചലത്തിലൊക്കെ പോയി ഒടുവിൽ തിരിച്ച് തിരുവണ്ണാമലയിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള തിരുപ്പുകൾ പാടലുകൾ പാടി ലോകമെല്ലായിടത്തും പാടി നടന്ന് ഒടുവിൽ അദ്ദേഹം തിരിച്ച് തിരുവണ്ണാമലയിലെത്തി. ഇദ്ദേഹം തിരുവണ്ണാമലയിലെത്തിയപ്പം അക്കാലത്തെ രാജാവ്, നമ്മുടെ വിജയനഗര രാജാവായിരുന്നു അവിടെ വാണിരുന്നത്. അദ്ദേഹം നമ്മുടെ അരുണഗിരിനാഥരുടെ പുകഴ് അപ്പോഴത്തേക്കും എല്ലായിടത്തും എത്തിക്കഴിഞ്ഞിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മുരുകഭക്തിയും പുകഴിനെയും പറ്റി. അപ്പോൾ ഈ പ്രഭുവുടെ ദേവനോ അങ്ങനെ എന്തോ ആണ് ആ രാജാവ് ഇദ്ദേഹത്തിന് അവിടുത്തെ അതായത് തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്, വിശിഷ്ട പദവി കൊടുത്ത് ക്ഷണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സംബന്ധാണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിയുണ്ട്, അല്ലെങ്കിൽ ഒരു രാജഗുരുവുണ്ട് എന്ന് വയ്ക്കാം.
ഇദ്ദേഹത്തിന് ഇത് സഹിച്ചില്ല. അത്ര കാലം വരെയും അദ്ദേഹം സംബന്ധാണ്ടരായിരുന്നു അവിടുത്തെ വലിയ ആളായിട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അരുണഗിരിനാഥർ വരുമ്പം ഇദ്ദേഹത്തിനൊന്ന് പരീക്ഷിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്ത് രാജാവിനോട് പറയും, എനിക്ക് അതായത് ഈ സംബന്ധാണ്ടർ ഒരു വലിയ കാളിഭക്തനാണ്. അപ്പോൾ ഇദ്ദേഹം മുരുകൻ്റെ വലിയ ഭക്തനാണല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ച് നോക്കാം, ആർക്കാണ് തൻ്റെ ഇഷ്ടദൈവത്തിന് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പന്തയം വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടാളും അവരുടേതായ ഇഷ്ടദൈവ പൂജയ്ക്കായിട്ട് പോയി. ഇതും തിരുവണ്ണാമലൈ സന്നിധിയിൽ തന്നെയാണെന്ന് ഓർക്കണം. അപ്പോൾ അരുണഗിരിനാഥർ എന്ത് ചെയ്തു, തിരുപ്പുകഴ അങ്ങോട്ട് പാടാൻ തുടങ്ങി. തിരുപ്പുകഴ പാടുമ്പോൾ ഇദ്ദേഹത്തിന് ദർശനമാവുന്നുണ്ട് ശിവകുടുംബം. അതിൽ തായാർ അമ്മ പാർവതീദേവിയുടെ മടിയിലിരിക്കുന്ന ഇളയോനായിട്ടിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി, ഓമനത്വം തുളുമ്പുന്ന സുബ്രഹ്മണ്യസ്വാമി ഇങ്ങനെ കണ്ണിൽ നിറയാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ അരുണഗിരിനാഥർക്ക് കാണുന്നുണ്ട് സാക്ഷാൽ മുരുകൻ ഇങ്ങനെ ആസ്വദിച്ച് ഇളകുന്നത് കാണുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് മുരുകനെ കൊണ്ടുവരണമല്ലോ, അവിടുന്ന് കേട്ടാൽ മാത്രം, കണ്ടാൽ മാത്രം പോരാ, ഇതൊരു പന്തയമാണല്ലോ, അപ്പോൾ ഭഗവാൻ തൻ്റെ മുമ്പിൽ വരണം. അപ്പം ഇദ്ദേഹം ഒരു തിരുപ്പുകഴ് പാടുകയാണ്. അകല സേടനാരാട് എന്ന് പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിരുപ്പുകഴാണ്. ആടി ആടി അപ്പോൾ അത് നോക്കുമ്പം ഭഗവാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആടി ആടി ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പാട്ട് പാടി 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 ഭഗവാന് അവിടെ ആ ക്ഷേത്രത്തിൽ ആ ഭഗവാനെ വിളിക്കുകയാണ്. അതായത് വിളിച്ച് അവിടുത്തെ ഒരു പില്ലർ, എന്താ പറയുക, ഒരു കമ്പം എന്ന് പറയും, ആ പില്ലറിൽ നിന്ന് ഇപ്പം നമ്മുടെ നരസിംഹാവതാരമൊക്കെ പുറത്ത് വന്നതുപോലെ ഒരു പില്ലറിൽ നിന്ന് മുരുക ഭഗവാൻ പുറത്തേക്ക് വരിക, മയിൽവാഹനനായിട്ട് പുറത്തേക്ക് ചാടി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സംബന്ധാണ്ടരും ഈ രാജാവിനും അങ്ങനെ കുറച്ച് പേർക്ക് അത് ദർശനമായി. എല്ലാവർക്കും ഭഗവാന്റെ ദർശനം ലഭിക്കില്ല. അരുണഗിരിനാഥരുടെ പ്രാർത്ഥന പ്രകാരം ഇവർക്ക് കുറച്ച് പേർക്ക് അത് ദർശനമായി എന്ന് പറയപ്പെടുന്നു. ഈ സ്ഥലം ഇങ്ങനെ ഇത് സംഭവിച്ച ആ സ്ഥലത്ത് ആ ഒരു അമ്പലമുണ്ട് ഇപ്പോഴും തിരുവണ്ണാമലയിൽ. നമ്മൾ കയറിക്കഴിഞ്ഞ വള്ളല ഗോപുരം പറഞ്ഞ പോലെ അവിടുത്തെ ഗോപുരത്തിളയോൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ അടുത്തതാണിത് കമ്പത്തിളയോൻ എന്ന് പറഞ്ഞൊരു മുരുകക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പോൾ ഈ കമ്പത്ത് ഇളയോൻ, കമ്പം എന്ന് പറഞ്ഞാൽ ഈ പില്ലറിൽ നിന്ന് പുറത്ത് വന്ന ഭഗവാൻ, അതാണ് കമ്പത്തിളയോൻ എന്ന് മുരുകൻ. അങ്ങനെ സംബന്ധാണ്ടര് തോറ്റ് അവിടുന്ന് നാട് വിടുകയാണ്. ആകെ ക്ഷീണിതനായി, അദ്ദേഹത്തിന് കാളി പ്രത്യക്ഷമായും ഇല്ല. ഇദ്ദേഹം നമ്മുടെ അരുണഗിരിനാഥർക്ക് ഇഷ്ടദൈവമായ മുരുകൻ പ്രത്യക്ഷമാകുക മാത്രമല്ല, ഇവർക്കും കൂടെ ദർശനഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഇദ്ദേഹം സംബന്ധാണ്ടര് അവിടുന്ന് നാട് വിടുകയാണ്. അങ്ങനെ അരുണഗിരിനാഥർ പിന്നെയും അവിടെ കുറേ കാലം ഭഗവാന്റെ പുകഴ് പാടി 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 അങ്ങനെ ഭക്തിമയനായിട്ട്, അതുപോലെ മറ്റേ നമ്മുടെ അരുണഗിരിയിൽ തപസ് അനുഷ്ഠിച്ചും ഒക്കെ അങ്ങനെ ജീവിക്കാം. അപ്പം നമ്മുടെ തിരുപ്പുകഴ് ശരിക്കും പറഞ്ഞ അരുണഗിരിനാഥർ എഴുതിയത് 16,000 വേഴ്സസ് ഉണ്ട്, 16,000 തിരുപ്പുകഴ് പാടലുകളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സുബ്രഹ്മണ്യം പിള്ളയവർകൾ 1367 അങ്ങനെ എത്രയോ ഇതാണ് അദ്ദേഹത്തിന് റിട്രീവ് ചെയ്യാൻ പറ്റിയത്. അതിൽ തന്നെ 500 എണ്ണത്തിനൊക്കെയാണ് ഇപ്പം സംഗീതം നൽകി നമ്മൾ ഇന്നത്തെ നമ്മളൊരു പാട്ട് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥയിലേക്ക് വരുമ്പോഴാണെങ്കിൽ സംബന്ധാണ്ടർ അവിടുന്ന് നാട് വിട്ടുപോയി കുറേ കാലങ്ങൾക്കിപ്പുറം ഇദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അരുണഗിരിനാഥരെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണം എന്നുള്ള ഒരു പകയോട് കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ തിരിച്ച് തിരുവണ്ണാമലയിൽ എത്തിക്കഴിഞ്ഞിട്ട് രാജാവിൻ്റെ അടുത്ത് പോവുകയാണ്. രാജാവിൻ്റെ അടുത്ത് പോയി അപ്പോൾ നോക്കുമ്പോൾ അരുണഗിരിനാഥർ അവിടെ വലിയൊരു ഇതിലിരിക്കുകയാണ്. അപ്പോൾ ആ ഇടയ്ക്ക് രാജാവിന് ഒരു മാറാവ്യാധി വരും. അപ്പോൾ ഈ വ്യാധിക്ക് എന്താണ് അതിനൊരു പോംവഴി എന്ന് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പോംവഴിയായിട്ട് ഈ സംബന്ധാണ്ടർ എന്ത് ചെയ്യുക വെച്ചാൽ അദ്ദേഹം പറയും, ഇതിന് ഇവിടെ എന്താ പറയുക, സ്വർഗലോകത്തുള്ള പാരിജാതത്തിൻ്റെ പാരിജാത പുഷ്പത്താൽ മാത്രമേ നമ്മുടെ രാജാവിൻ്റെ അസുഖം ഭേദമാവൂ എന്ന് പറയും. അപ്പോൾ സ്വർഗരാജ്യത്തെത്തണമെങ്കിൽ സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റില്ല. സംബന്ധാണ്ടർ പറയും, അഷ്ടമാസിദ്ധികളുമുള്ള ഒരു വ്യക്തിത്വമല്ലേ അങ്ങ് അരുണഗിരിനാഥരോട് പറയും. അപ്പം അങ്ങക്ക് ധാരാളം സ്വർഗലോകത്ത് പോയിട്ട് ദേവേന്ദ്രൻ്റെ ഉദ്യാനത്തിൽ നിന്ന് പാരിജാത പുഷ്പങ്ങൾ കൊണ്ടുവരാലോ എന്ന് പറയും.
അങ്ങനെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം അരുണഗിരിനാഥർ പോവാണ് പാരിജാതം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ശരീരത്തോടു കൂടി നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അദ്ദേഹം അവിടെ ഒരു അറയിൽ, അമ്പലത്തിൻ്റെ ഒരു അറയിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം ത്യജിച്ച്, അദ്ദേഹത്തിന് സിദ്ധികൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ച് ആത്മാവ് ഒരു പക്ഷിയുടെ രൂപത്തിൽ, അതായത് ഒരു തത്തയുടെ രൂപത്തിൽ പോവുകയാണ് എന്നത്രേ പറയുന്നത്. എവിടെ സ്വർഗലോകത്ത് പോയി പാരിജാത പുഷ്പങ്ങളും സ്വീകരിച്ച് നാട്ടിലേക്ക് വരിക. വന്ന് തിരുവണ്ണാമലയിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിലേക്ക് വരാൻ വേണ്ടി പോയി നോക്കുന്ന സമയത്ത് ശരീരം കാണില്ല. നോക്കുമ്പോൾ എന്താ, സംബന്ധാണ്ടർ അരുണഗിരിനാഥർ പോയ സമയം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. ആ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും. ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അരുണഗിരിനാഥർ പക്ഷിയുടെ രൂപേണ അവിടെ ഗോപുരത്ത് ഈ പാരിജാത പുഷ്പമായിട്ട് ഇരുന്നു അത്രേ. പക്ഷെ ആ പുഷ്പത്തിൻ്റെ വാസന കൊണ്ട് തന്നെ രാജാവിന് സുഖം പ്രാപിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവിന് സുഖം പ്രാപിച്ചപ്പോൾ തന്നെ രാജാവിന് മനസ്സിലാവും അരുണഗിരിനാഥർ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളെ തേടാനായിട്ട് വിടുകയാണ്. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവുന്നത് അരുണഗിരിനാഥരുടെ ഈ ശരീരം ഇദ്ദേഹം നശിപ്പിച്ച് കളഞ്ഞ കഥയും അരുണഗിരിനാഥർ ഇപ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിലാണ് എന്നുള്ളതുമൊക്കെ ആയിട്ട്. എന്ത് തന്നെ ആയാലും അരുണഗിരിനാഥർ ഇന്നും ഒരു തത്തയുടെ രൂപത്തിൽ അവിടെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മൾ ഭഗവാന്റെ ഭഗവാന്റെ ദണ്ട് വേലും ഉണ്ട്, ദണ്ടുണ്ട്. ദണ്ടിൻ്റെ മുകളിൽ കണ്ട ഒരു തത്തയുണ്ടാവും. അത് തിരുപ്പുകഴ് പാടുന്ന അരുണഗിരിനാഥരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും സ്ഥാനമാണ് നമ്മുടെ അരുണഗിരിനാഥർക്ക് ഭഗവാൻ കൽപ്പിച്ചരുളിയിട്ടുള്ളത്. സാക്ഷാൽ ഭഗവാന്റെ തിരുപ്പുകഴ് പാടി 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 മുരുകൻ്റെ പുകഴ് ലോകമെങ്ങും എത്തിച്ചതാണ് ശ്രീമൻ അരുണഗിരിനാഥർ എന്ന ആ ഭക്തകവി. 14-ാം നൂറ്റാണ്ടിലാണ്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ വൈഷ്ണവിസം, ശൈവിസം, വിഷ്ണു ഭക്തരും ശിവഭക്തരുമായി ഭയങ്കര അത് രണ്ട് ഡിഫറെൻറ്റ് സെക്ട്സ് ഓഫ് സൊസൈറ്റി ആയിട്ട് മാറിയൊരു സമയമായിരുന്നു അത്. അതായത് ഞങ്ങളാണ് കേമെന്ന് ഓരോ ആളുകളും, അതായത് ശിവഭക്തർ അവരാണ് കേമം എന്ന് പറയും. അങ്ങനെ ഭയങ്കര വ്യത്യാസങ്ങൾ നിറഞ്ഞൊരു സമയത്താണ് അരുണഗിരിനാഥർ ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മൾ തിരുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും, അതായത് അദ്ദേഹത്തിൻ്റെ വർണ്ണന ഇപ്പോൾ ഭഗവാന് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരകാലത്ത് മഹാവിഷ്ണുവിൻ്റെ മക്കൾ ആയിട്ട് 2 പെൺമക്കളും അവരുടെ അതായത് നെക്സ്റ്റ് ബർത്തിൽ വള്ളി ദേവയാനിയായിട്ട്, മുരുകൻ്റെ പത്നിമാരായ വള്ളിയും ദേവയാനിയുമായിട്ടാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ മക്കളായതുകൊണ്ട്, ഇത് പൂർവ്വജന്മത്തിൽ മഹാവിഷ്ണുവിൻ്റെ മക്കളായതുകൊണ്ട് ഈ നമ്മുടെ തിരുപ്പുകളിലുടനീളം നമുക്ക് കാണാം ഭഗവാനെ, മുരുകനെ മഹാവിഷ്ണുവിൻ്റെ മരുമകനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഓരോ വരികളെടുത്താലും അതിൽ മഹാവിഷ്ണുവിൻ്റെ പുകഴുണ്ടാവും, ശിവപെരുമാൻ്റെ പുകഴുണ്ടാവും. ഈവൻ മുരുകനെ പെരുമാളേന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു സെപ്പറേറ്റിസം ഇല്ലാതെ വൈഷ്ണവിസം, ശൈവിസം ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മുടെ തിരുപ്പുകളിലൂടെ അരുണഗിരിനാഥർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വിശിഷ്ടമായ ഒരു തിരുപ്പുകൾ, അതായത് ഭഗവാന്റെ പുകഴാണ് നമ്മൾ ഇപ്പം ഇതിലൂടെ കാണാൻ പോകുന്നത്, തിരുപ്പുകൾ പഠിക്കുന്നതിലൂടെ. അങ്ങനെയുള്ള പുകഴ്പെറ്റ തിരുവണ്ണാമലയും അതിലേറെ പുകഴ്പെറ്റ അരുണഗിരിയും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് തിരുവണ്ണാമലയും അരുണഗിരിയെയും പറയാതെ നമുക്ക് തിരുപ്പുകഴിലോട്ട് കടക്കാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ വേറൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ തിരുപ്പുകഴ് പാടുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ മുരുകനാൽ നയിക്കപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പാടിയത് കൊണ്ട് സ്ഥലപ്പാടലുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുച്ചെന്തൂർ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു പിടി പാട്ടുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈവൻ തിരുപ്പരങ്കുണ്ട്രം ഭഗവാന്റെ ഇതില്ലേ, ആറുപടൈ വീടില്ലേ, തിരുച്ചെന്തൂർ, തിരുപ്പരങ്കുണ്ട്രം, തിരുത്തണി, പഴനി, അതിനെ പഴനി തിരുവാവിനൻകൊടി എന്ന് പറയും. അപ്പോൾ അത് പിന്നെ തിരുപ്പരങ്കുണ്ട്രം, സ്വാമിമലൈ, അങ്ങനെ ഇത് ഓരോ സ്ഥലത്തും ഇദ്ദേഹം പാടിയിട്ടുണ്ട്. ഇത് ഓരോ സ്ഥലങ്ങൾ മാത്രമല്ല, ചെറിയ മറ്റ് ഭഗവാന്റെ ഇങ്ങനെ കുറേ, അതായത് ഇതിൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ മഹിമയും അതിൻ്റെ സ്ഥലചരിത്രവും കൂടെ ചിലതിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം അത്രയും
ഭഗവാന്റെ പുകഴും ഭഗവാനാൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് തിരുപ്പുകഴിൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് കടക്കുമ്പം വെട്രിവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര മുരുകാശരണം.